ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ ഖതീബ് ഉസ്താദ് അബൂ ഫിദ റഷാദി ഉസ്താദ് അവർകളെ, ജമാഅത്തിൻ്റെയും അതേപോലെ തന്നെ മദ്രസയുടെയും പ്രധാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ, അംഗങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികൾ, കൂടുതലൊന്നും ആമുഖമൊന്നും പറയുന്നില്ല. സമയം വളരെ ചുരുക്കമാണ്. 9:45 10 മണിക്ക് നിർത്തണമെന്നുണ്ട്. ഒരു പ്രസംഗത്തിനുള്ള സമയമൊന്നും അല്ല എന്ന ബോധ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് സംവദിക്കാം. നമ്മളൊക്കെ ഇരുന്നിട്ടുള്ളത് ഒരു ഇൽമിന്റെ മജ്‌ലിസിലാണ്. ആ ഒരു ബോധത്തോടു കൂടി നമ്മുടെ സമയമൊന്നും വേസ്റ്റല്ല, സമയമൊന്നും നമുക്ക് പാഴല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് ചെറിയ സമയമാണെങ്കിലും ഇരിക്കുക. മജ്‌ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്‌ലിസ് സ്വർഗീയ പൂങ്കാവനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വർഗത്തിന്റെ ഒരു പൂങ്കാവനത്തിലാണ് നമ്മളൊക്കെ ഇരുന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് സ്വർഗീയ പൂങ്കാവനം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ഇൽമിന്റെ മജ്‌ലിസും, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറും, അതേപോലെ തന്നെ നബിയുടെ പള്ളിയുടെ, മദീന പള്ളിയുടെ മിമ്പറും നിലകൊള്ളുന്ന സ്ഥലം, അതും റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂങ്കാവനമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മദീനയിൽ പോകാനും മദീനയിലെ ആ റൗള അതേപോലെ തന്നെ ഈ സ്വർഗത്തിന്റെ പൂങ്കാവനമാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ സ്ഥലത്ത് ഇരിക്കാനൊക്കെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, തിക്കുമുണ്ടാവും, തിരക്കുണ്ടാവും. ഇൽമിന്റെ മജ്‌ലിസിൽ അങ്ങനെയുള്ള തിക്കുമില്ല, തിരക്കില്ല, ഒരേ സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത്. അല്ലാഹു നമുക്ക് അതിനെ തൗഫീഖ് നൽകട്ടെ. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, തഅല്ലും സാഅ ഖൈറും മിൻ അൽഫി റകഅ. 1 മണിക്കൂർ ഇൽമ കേൾക്കുക, 1 മണിക്കൂർ ഇൽമ പഠിക്കുക എന്നുള്ളത് ഖൈറും മിൻ അൽഫി റകഅ, 1000 റകഅത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ളതാണ്. 1000 റകഅത്ത് നമസ്കരിക്കണമെങ്കിൽ ചുരുങ്ങിയത് 1 മിനിറ്റ് കൊണ്ട് 1 റകഅത്ത് നമസ്കരിക്കുകയാണെങ്കിൽ 1000 മിനിറ്റ് വേണം. അതിന് മണിക്കൂറിലേക്ക് ഡിവൈഡ് ആക്കുകയാണെങ്കിൽ 16.5 മണിക്കൂർ വേണം. 16.5 മണിക്കൂർ നമ്മൾ നിന്ന് നമസ്കരിച്ചാൽ എത്ര പ്രതിഫലം ലഭിക്കുമോ അതിനേക്കാളും പ്രതിഫലമാണ് 1 മണിക്കൂർ ഇൽമിന്റെ സദസ്സിലിരുന്നാൽ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അത്രയും മഹത്വമുള്ള സദസ്സിലാണ് നമ്മളൊക്കെ ഇരുന്നിട്ടുള്ളത്. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളുടെ വിഷയത്തിലേക്ക് എടുക്കുകയാണ്. പ്രവാചക ജീവിതം ഖുർആനിലൂടെ എന്ന വിഷയമാണ് എൻ്റെ വിഷയം. പ്രവാചക ജീവിതം ഖുർആനിലൂടെ. ഒരാൾ മദീന പള്ളിയുടെ അടുത്തേക്ക് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലമാണ്. അയാൾ സ്വന്തം നാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റുകൊണ്ട് ആ സമ്പാദ്യം കൊണ്ട് മദീന പള്ളിയിലേക്ക് എത്തി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. ആ സമയത്ത് ഏറ്റവും വലിയ ഒരു പണ്ഡിതൻ ആരാണ് എന്ന് ആ മനുഷ്യൻ വന്ന് ചോദിച്ചു.
ആ മനുഷ്യന് സഹാബികൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഏറ്റവും വലിയ പണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. ദൂരെ നിന്ന് വരികയാണ്, സമ്പാദ്യങ്ങളൊക്കെ നാം ഒഴിവാക്കി സമ്പാദ്യങ്ങളൊക്കെ ശേഖരിച്ച് ഞാൻ ഇവിടെ വന്നതാണ്. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോ നബിയെ കുറിച്ച് എനിക്ക് പഠിക്കണം, നബിയെ കുറിച്ച് എനിക്ക് അറിയണം. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ വിഷയത്തെക്കാൾ കൂടുതൽ അറിയുന്നത് ഞാനല്ല, ആ വിഷയത്തെക്കാൾ കൂടുതൽ അറിയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് അയച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മാ ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം? ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റ വാചകത്തിൽ മറുപടി കൊടുത്തു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, കാന ഖുലുഖുഹു വഅമലുഹു വകലാമുഹു വഫിഅലുഹു വഹയാതുഹു അൽ ഖുർആൻ. നബിയുടെ സ്വഭാവം മാത്രമല്ല, നബിയുടെ അമലുകൾ ഖുർആനായിരുന്നു, നബിയുടെ കലാം സംസാരം ഖുർആനായിരുന്നു, നബിയുടെ ഫിഅൽ പ്രവർത്തനങ്ങൾ ഖുർആനായിരുന്നു, നബിയുടെ ഹയാത്തുഹു ജീവിതം മുഴുവനും അത് ഖുർആനായിരുന്നു. നബിയുടെ ജീവിതം മുഴുവനും അത് ഖുർആനിനോട് അനുബന്ധിച്ചുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു നബിയുടെ ജീവിതം. ഖുർആനുമായി നല്ലൊരു ബന്ധം നമുക്കുണ്ടാകണം. ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരു ജീവിതം നമുക്കുണ്ടായാൽ നമുക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ പണ്ഡിതൻ ഹിജ്റ 200-ന്റെയും 300-ന്റെയും ഇടയിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പേര് അബൂ ബക്കറ അൽ വാസിത്തി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹിജ്റ 100-ന്റെയും 200-ന്റെയും ഇടയിൽ ജീവിച്ച ഒരു വലിയ സൂഫി പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നു, അദ്ദേഹം 40 വർഷം ഖുർആൻ അല്ലാതെ മറ്റൊന്നും സംസാരിച്ചിട്ടില്ല. അബൂ ബക്കറ അൽ വാസിത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളൊക്കെ പല കിതാബുകളിലും രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഹില്യത്തുൽ ഔലിയ എന്നുള്ള ഗ്രന്ഥത്തിലും അതേപോലെ തന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയ ഒരു വിഷയമാണ് അബൂ ബക്കറ അൽ വാസിത്തി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിനോട് ആര് ചോദിച്ചാലും ഖുർആനിന്റെ വചനം കൊണ്ട് മാത്രമേ അദ്ദേഹം മറുപടി പറയുകയുള്ളൂ. 40 വർഷം അദ്ദേഹം തന്നെ പറയുകയാണ്, ഖാല അബൂബക്കർ അൽ വാസിത്തി 40 സനതൻ മാ തകല്ലംതു ഇല്ലാ ബിൽ ഖുർആൻ, ഖുർആൻ അല്ലാതെ വേറെ ഒന്നും ഞാൻ 40 വർഷം സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കാരണം പണ്ഡിതന്മാർ പറയുകയാണ്, അദ്ദേഹം അങ്ങനെ സംസാരിക്കാനുള്ള കാരണം ഖുർആനുമായി മാത്രം ഞാൻ ബന്ധപ്പെടുകയുള്ളൂ, അതല്ലാതെ ഞാൻ ഒന്നും ഞാൻ ബന്ധപ്പെടുകയില്ല എന്നുള്ള ഒരു ഷാഠ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഖുർആനുമായിട്ടുള്ള അത്രയും ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം അത് ഖുർആനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഖുർആനിക ജീവിതമായിട്ട് മാറ്റാൻ നമുക്ക് കഴിയണം. ഖുർആനും നബിയും എത്രത്തോളം ബന്ധമുണ്ടായിരുന്നു? ഖുർആനിന്റെ ആദ്യത്തെ വചനമായ എന്നുള്ള ആദ്യത്തെ 5 ആയത്ത് സൂറത്തുൽ അലഖിൽ ഇറക്കിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം ലഭിച്ചത്. പ്രവാചകത്വം ലഭിക്കുന്നതും ഖുർആൻ ഇറങ്ങുന്നതും ഒരേ സമയമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീണ്ട 23 വർഷത്തെ ജീവിതകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലത്തും ഓരോ സാഹചര്യത്തിലും അവിടെ നിന്ന് ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും അല്ലാഹു ഇറക്കി കൊടുത്തുകൊണ്ട് സഹാബികളിലേക്ക് ആ ഖുർആനിനെ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികൾക്ക് ഖുർആനിനെ എത്തിക്കും. ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോ യഖറ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വായിക്കാൻ അറിയുകയില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് 3 തവണ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കൂട്ടിപ്പിടിച്ചപ്പോൾ ആ പ്രവാചകത്വത്തിന്റെ പവർ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഏൽക്കുകയും അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര വലിയ ആയത്താണെങ്കിലും എത്ര വലിയ സൂറത്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്താൽ ഒരിക്കലും മറന്നിട്ടില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് സഹാബികൾക്ക് എത്തിച്ചു കൊടുത്തു, സഹാബികൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഖുർആനിക ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പ്രവർത്തനമായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിന്റെ കലാമാണ്. സാധാരണ നമ്മൾ പുസ്തകങ്ങൾ വായിക്കാറുള്ളത് പോലെ, പത്രങ്ങൾ വായിക്കാറുള്ളത് പോലെ, അതേപോലെ തന്നെ നമ്മൾ മൊബൈലിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ നമ്മൾ വായിക്കുന്ന രൂപത്തിലുള്ള കഥകളോ ചരിത്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നോവലുകളോ അല്ല ഖുർആൻ എന്നുള്ളത്. അല്ലാഹു സംസാരിച്ച സംസാരമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. മാനവ സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവദിച്ച, മാനവ സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച, മാനവ സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത ഒരുപാട് കൽപ്പനകളും നിർദ്ദേശങ്ങളുമായിരുന്നു പരിശുദ്ധ ഖുർആനിലുള്ളത് എന്നുള്ള, അത് അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹു സംസാരിച്ച സംസാരമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ഒരു ആയത്തോതിയാൽ, ഒരു സൂറത്തോതിയാൽ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. മുൻകാലങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ഇറക്കിയിട്ടുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിന് ഇൻജീൽ ഇറക്കിയിട്ടുണ്ട്, ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂർ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അവരുടെ കാലശേഷം അവരുടെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ അതിനെ മാറ്റത്തിരുത്തലുകൾക്കൊക്കെ വിധേയമാക്കിക്കൊണ്ടായിരുന്നു. ആ ഗ്രന്ഥങ്ങളെ മാറ്റത്തിരുത്തലുകൾക്കൊക്കെ വിധേയമാക്കിക്കൊണ്ടായിരുന്നു ആ ഗ്രന്ഥം ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ കഴിയും. അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അതിലേക്ക് കടത്തിക്കൂട്ടി അതിലേക്ക് മാറ്റം വരുത്തും. ബൈബിളിലൊക്കെ അങ്ങനെയാണല്ലോ. പുതിയ നിയമങ്ങളും പഴയ നിയമങ്ങളും ഒക്കെ ആ രീതിയിൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ കടത്തിക്കൂട്ടി. അവർക്ക് പഴയ അഥവാ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മദ്യപാനത്തെ കുറിച്ച് പറയുന്നത് നിഷിദ്ധമാക്കിയ ഒന്നായിരുന്നു. എന്നാൽ അതിന്റെ പിൽക്കാലത്ത് അതിന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ അതിലേക്ക് കടത്തിക്കൂട്ടി ചിലതൊക്കെ ആവാം, അതേപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ ആവാം മദ്യപാനം എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റത്തിരുത്തലുകൾക്കൊക്കെ വിധേയമായതാണ്. The most dreadful enemy of man is alcohol, but the Bible teaches us to love our enemy. നമ്മുടെ ശത്രുവിനെ നമ്മൾ ബഹുമാനിക്കണം. നമ്മുടെ മദ്യം എന്നുള്ളത് നമ്മുടെ ശത്രുവാണ്. അതുകൊണ്ട് ശത്രുവിനെ ബഹുമാനിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള വാചകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മദ്യപാനത്തെ അത് ഹലാലാക്കി അല്ലെങ്കിൽ മദ്യപാനത്തെ അനുവദനീയമാക്കിയ രീതിയിലായിരുന്നു ഇഞ്ചീലിനെ പിന്നീടുള്ള ആളുകളൊക്കെ, അനുയായികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ മാറ്റത്തിരുത്തലുകൾക്കൊക്കെ വിധേയമാക്കി. പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതിനെ ഒരാൾക്കും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ കഴിയുകയില്ല. ഇന്നാ ലഹാഫിദൂൻ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആനിനെ നാമാണ് ഇറക്കിയത്, അതിനെ നാം തന്നെ സൂക്ഷിക്കുക ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാം പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റത്തിരുത്തലുകളും ഉണ്ടാവുകയില്ല. ആ ഖുർആനിൽ പറയുന്നത് സത്യമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അതിലുണ്ടാകാം, നമുക്ക് നമ്മുടെ മനസ്സിന് അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അതിലുണ്ടാകാം. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് പൂർണ്ണമായും അനുസരിക്കാനും പൂർണ്ണമായി നമ്മൾ ആ അനുസരണയോടുകൂടി നമ്മൾ ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം തരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ 3 വർഷം രഹസ്യമായിട്ടുള്ള പ്രബോധനമായിരുന്നു. ആദ്യത്തെ 3 വർഷത്തിൽ രഹസ്യമായ പ്രബോധനത്തിൽ ആർക്കും നബിയുടെ പ്രബോധനം എത്തിയിട്ടില്ല. എന്നാൽ ചുരുക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയപ്പെടുന്ന ആളുകൾക്ക് മാത്രം, അഥവാ അത്രത്തോളം നബിയുമായി എത്രത്തോളം ബന്ധമുണ്ട് അത്രത്തോളം ബന്ധമുള്ള ആളുകൾക്ക് മാത്രമേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തിന്റെ ഭാഗം എത്തിയിട്ടുള്ളൂ. 3 വർഷം കഴിയുമ്പോൾ ആകെ 30-40 ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ ഒരു സമയം കഴിഞ്ഞു. 3-ാമത്തെ വർഷം കഴിഞ്ഞ് 4-ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, നീ നിന്റെ കുടുംബക്കാരോട് മുന്നറിയിപ്പ് നൽകണം, കുടുംബക്കാരോട് ഈ കാര്യം അറിയിക്കണം.
അഥവാ രഹസ്യ പ്രബോധനം മാറ്റി പരസ്യ പ്രബോധനമാക്കണമെന്ന് 3 വർഷം കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നിർദ്ദേശിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ താഴ്വരയിലേക്ക് കുടുംബക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സഫാ താഴ്വരയിലൂടെ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഒരു സംഘം വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ നിങ്ങൾ വിശ്വസിക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ടപ്പോ അവിടെ നിന്ന് കുടുംബക്കാർ ഒന്നടങ്കം പറഞ്ഞു, അങ്ങ് ഒരു കളവും പറഞ്ഞിട്ടില്ല, സത്യസന്ധനാണ്, ഞങ്ങളൊക്കെ അൽ അമീൻ എന്ന് വിളിക്കുന്നവരാണ്, അതുകൊണ്ട് അങ്ങ് സത്യം മാത്രമേ പറയുകയുള്ളൂ, അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ വാസ്തവമാക്കുമെന്ന് പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത്തെ കാര്യം അങ്ങോട്ട് ഇട്ടു പറഞ്ഞു. എന്താണെന്ന് അറിയുമോ? നിങ്ങൾ സത്യവിശ്വാസം നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹുവാണ് ആരാധ്യൻ എന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വിജയിക്കും, അല്ല എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും എന്ന് പറഞ്ഞപ്പോ ഈ വാക്ക് കേട്ട ഉടനെ അബൂ ലഹബ് എണീറ്റുകൊണ്ട് പറഞ്ഞു, തബ്ബലക് അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ എവിടേക്ക് വിളിച്ചത് എന്ന് ദേഷ്യത്തിന്റെ രൂപത്തിൽ അബൂ ലഹബ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിച്ചപ്പോൾ നബിയുടെ ആദ്യമായിട്ട് എതിരെ അഭിപ്രായം പറഞ്ഞത് അല്ലെങ്കിൽ എതിര് പറഞ്ഞത് അബൂ ലഹബായിരുന്നു. മാത്രമല്ല പരിശുദ്ധ ഖുർആനെ ഇറങ്ങിയപ്പോൾ ആ പരിശുദ്ധ ഖുർആനിനെ കളവാണ് എന്ന് പറയാൻ വേണ്ടി മുൻപോട്ട് വന്നത് അബൂ ലഹബാണ്. അപ്പൊ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിച്ചു. ഒരു സൂറത്ത് ഇറക്കിക്കൊണ്ടാണ് സമാധാനിപ്പിച്ചത്. എന്താണെന്ന് അറിയുമോ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്നുള്ള ആ സൂറത്ത് മുഴുവൻ ഇറക്കി കൊടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അബൂ ലഹബിന് നാശം വരികയാണ്, നാശം വരാൻ അടുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അറിയിച്ചു. ഈ ആയത്തും ഈ സൂറത്തും ഒക്കെ ആ മക്കയിലുള്ള ആളുകൾക്കൊക്കെ അറിഞ്ഞു, അബൂ ലഹബിനും അറിഞ്ഞു. അബൂ ലഹബ് പിറ്റേ ദിവസം ചോദിച്ചു, എനിക്കാണെങ്കിൽ നല്ല സമ്പത്തുണ്ട്, നല്ല മക്കളുണ്ട്, ഞാനും നശിക്കുമെന്നോ? പരിശുദ്ധ ഖുർആൻ എത്രത്തോളം കളവാണ് എന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് അറിയിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സഹാബികളെയും അതേപോലെ തന്നെ കാണുന്ന മുസ്ലിങ്ങളെ ഒക്കെ അവിടെ നിന്ന് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷം കഴിഞ്ഞു, അബൂ ലഹബിന് ഒന്നും പറ്റിയിട്ടില്ല. 1 വർഷമല്ല, 2, 3, 4, 5 വർഷം കഴിഞ്ഞു, അബൂ ലഹബിന് ഒന്നും പറ്റിയിട്ടില്ല. അബൂ ലഹബ് മുസ്ലിമീങ്ങളെ പരിഹസിക്കാൻ കൂടുതലായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ വർഷം 10ആയി. 10 വർഷം കഴിഞ്ഞതിന് ശേഷം അബൂ ലഹബിന് ഒരു രോഗം വന്നു. കയ്യിലൊരു വ്രണമാണ് വന്നത്. കാലിലാണ് എന്നും ചരിത്രത്തിലുണ്ട്, കയ്യിലാണ് വ്രണം വന്നു. അങ്ങനെ കയ്യിൽ വ്രണം വന്നു, അത് പടരാൻ തുടങ്ങി, ശരീരത്തിന്റെ മറ്റുള്ള ഭാഗത്തേക്കൊക്കെ അത് വലുതാകാൻ തുടങ്ങി. അങ്ങനെ വീട്ടുകാരൊക്കെ അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആദ്യം മുന്നോട്ട് വന്നു. പിന്നെ വ്രണമായതുകൊണ്ട് ശ്വസിക്കാൻ അതേപോലെ തന്നെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങി. എന്ത് ചെയ്യും? ഒരു റൂമിലിട്ടു പൂട്ടി. ആരെ? അബൂ ലഹബിനെ. നല്ല മക്കളുണ്ടായിരുന്നു, നല്ല സമ്പത്തുണ്ടായിരുന്നു, അഹങ്കരിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചു, ചീത്ത പറഞ്ഞു. ആ കാരണത്താൽ അദ്ദേഹത്തിന് എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ കയ്യിൽ വ്രണം വന്നു, സ്മെല്ല് വന്നു. അങ്ങനെ വീട്ടുകാരൊരു റൂമിന്റെ അകത്തേക്കാക്കി. പിന്നെ ആ റൂമിന്റെ അകത്തു നിന്നും പുറത്തേക്ക് സ്മെല്ല് വരാൻ തുടങ്ങി. അങ്ങനെ വീട്ടുകാര് ഒരു കൊട്ടേഷൻ സംഘത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അബൂ ലഹബിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ ഒരു ചാക്കിലിട്ട് അബൂ ലഹബിനെ ഒരു പർവ്വതത്തിന്റെ പുറത്തേക്ക് ജീവനോടെ എറിഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ ജീവനോടെ എറിഞ്ഞ അബൂ ലഹബിനെ പക്ഷികൾ കൊത്തിത്തിന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചതിന്റെ പേരിലാണ് നീണ്ട 10 വർഷം കഴിഞ്ഞതിന് ശേഷം തബ്ബത് യദാ അബീ ലഹബിൻ എന്നുള്ള ആ പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിന്റെ വാസ്തവം തിരിച്ചറിയുന്നത് 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്.
അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് വാസ്തവമാണ് എന്നും സത്യമാണ് എന്നും അള്ളാഹുവിന്റെ കലാമാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കിയായിരിക്കണം പരിശുദ്ധ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടേണ്ടത് എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാവുക. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടതാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെത് മാത്രമല്ല മരണത്തിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമായി വരുന്ന ഒന്നാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. മനുഷ്യന്റെ ഇഹലോക പരലോക വിജയത്തിന് നമുക്ക് കാരണമായി മാറുന്നതാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിന്റെ കാരണം കൊണ്ട് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആനിന്റെ വചനം കേട്ടുകൊണ്ടാണ്. ഒരു വഴിയിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല വെട്ടാൻ വേണ്ടി പോകുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, നബിയുടെ തലവെട്ടാനല്ല നീ പോകേണ്ടത്, നിന്റെ വീട്ടിൽ നിന്റെ മകളായ നിന്റെ സഹോദരിയായ ഫാത്തിമയും അതേപോലെ തന്നെ അവളുടെ ഭർത്താവും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെയാണ് നീ ആദ്യം ശരിയാക്കേണ്ടത്. ഇത് പറഞ്ഞതും ഒരു മുസ്ലിമാണ്. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതും ഒരു മുസ്ലിമാണ്. അതിനൊരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലവെട്ടാൻ പോകുന്നത് ഒരു മുസ്ലിമിന് എന്താവൂല, സഹിക്കാൻ പറ്റൂല. അപ്പൊ നബിയെ തലവെട്ടാൻ പോകുന്നതല്ല വേണ്ടത്, നിന്റെ വീട് ശരിയാക്കാൻ പോയാൽ നബിയെ തലവെട്ടാൻ പോകുന്നത് എന്താവും, ഒഴിവാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു മുസ്ലിം തന്നെയായിരുന്നു ഇത് പറഞ്ഞത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ വീട്ടിലേക്ക് പോയപ്പോൾ സഹോദരി ഫാത്തിമയും അതേപോലെ തന്നെ സഅദ് റളിയല്ലാഹു അൻഹുവും അവിടുന്ന് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തു താഹയുടെ ഭാഗം അവിടെ നിന്ന് ഓതുകയായിരുന്നു, പഠിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോ എന്താണ് നിങ്ങൾ പാരായണം ചെയ്തതെന്ന് ചോദിച്ചപ്പോ ശുദ്ധിയില്ലാതെ തൊടാൻ പാടില്ല, ശുദ്ധിയില്ലാത്തവർക്ക് ഇത് നൽകാൻ പാടില്ല, അതുകൊണ്ട് നീ ശുദ്ധിയാക്കി വന്നാൽ നിനക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തന്റെ സഹോദരിയായ ഫാത്തിമ ആ വചനം ഓതിക്കൊടുക്കുന്നു. അങ്ങനെ നേരെ നബിയുടെ അടുത്തേക്ക് പോയി ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ്. പരിശുദ്ധ ഖുർആനിന്റെ കാരണം കൊണ്ട് നജാഷി ഇസ്ലാം മതം സ്വീകരിച്ചത് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തു മറിയമിന്റെ ഭാഗം കേട്ടുകൊണ്ടാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഒരുപാട് സ്വഹാബികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പരിശുദ്ധ ഖുർആനിന്റെ ശാസ്ത്രജ്ഞന്മാർ പോലും പരിശുദ്ധ ഖുർആനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിലെന്താണ് പറയുന്നത് എന്ന് അവരൊക്കെ അറിഞ്ഞതിന് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും അതേപോലെ തന്നെ വലിയ തത്വചിന്തകന്മാരും ഉണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമ്മുടെ ഹിദായത്തിന്റെ ഒരു കവാടവും കൂടിയാണ്. ആ കവാടത്തിലേക്ക് നമ്മളൊക്കെ കടക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം കിട്ടിയപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കയിൽ ഏറ്റവും പ്രമുഖരായ 3 നല്ല ശക്തന്മാരുണ്ടായിരുന്നു. അതൊന്നും ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അതിനേക്കാളും മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു ശക്തനാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ദിവസം കഅബയുടെ അടുത്ത് പരിശുദ്ധ ഖുർആനിന്റെ വചനം ഇങ്ങനെ ഓതുന്ന കണ്ടപ്പോൾ അബൂജഹൽ ചീത്ത പറയാൻ തുടങ്ങി. ചീത്ത പറഞ്ഞു, നല്ലോണം ചീത്ത പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിനോട്, അഥവാ ഹംസ റളിയല്ലാഹു അൻഹു നബിയും തമ്മിൽ നല്ല ബന്ധമാണ്, മുലകുടി ബന്ധവുമുണ്ട്, അതേപോലെ തന്നെ മറ്റു രീതിയിലുള്ള ബന്ധവുമുണ്ട്. അങ്ങനെ ഈ ബന്ധമുള്ള ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല ആ സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നബിയെ ചീത്ത വിളിച്ചു അബൂജഹൽ, അതുകൊണ്ട് അബൂജഹലിനോടൊന്ന് കാര്യം പറയണം. ഹംസ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു, മുഹമ്മദ് നബിയെ ചീത്ത വിളിച്ചോ, ഞാൻ അവനെ കാണാം. നേരെ പോയി കഅബത്തിന്റെ അടുത്ത് അബൂജഹലിനെ കണ്ടു, ഒരടി കൊടുത്തു ആദ്യം ഹംസ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ചോദിച്ചു, മുഹമ്മദിനെ നീ ചീത്ത പറഞ്ഞു? അതെ. അപ്പോൾ മനസ്സിലായിട്ടില്ല ഹംസ ഇസ്ലാം മതം സ്വീകരിക്കാൻ ഇവിടെ മുന്നിൽ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞിട്ടില്ല. അബൂജഹലും ഹംസയും ഒരേ ആളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാവരും ഒരേ ആളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചീത്ത വിളിച്ചു എന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞു. അപ്പൊ രണ്ടാമതൊരടി കൊടുത്തു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുകയും
ആ മുഹമ്മദ് നബിയുടെ കൂടെ ഞാനുമുണ്ട്, ഞാനും ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത് അബൂജഹൽ പറഞ്ഞു. അബൂജഹലിന്റെ പേര് യഥാർത്ഥത്തിൽ അബൂജഹൽ എന്നല്ല. അബൂജഹലിന്റെ പേര് യഥാർത്ഥത്തിൽ അംർ ഇബ്നു ഹിശാം എന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ദുആ ചെയ്തു. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച് 2-ാം വർഷത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. 6-ാം വർഷത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ഹിജ്റയുടെ 6-ാം വർഷം, നുബുവത്തിന്റെ 6-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായിട്ട് 6-ാമത്തെ വർഷത്തിലാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, മക്കയിലുള്ള ഹംസ എന്റെ കൂടെയുണ്ട്. എന്നാൽ 2 ശക്തന്മാരാണ്, ഒന്ന് ഉമറും അതേപോലെ തന്നെ മറ്റൊന്ന് അംർ ഇബ്നു ഹിശാം എന്ന് പറയുന്ന അബൂജഹലും. ഈ 2 ആളിൽ നിന്ന് ഒരാളെങ്കിലും എന്റെ കൂടെ കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി ഉമർ ഇബ്നു അൽ ഖത്താബ് ഔ ബി അംർ ഇബ്നു ഹിശാം. അംർ ഇബ്നു ഹിശാമിനെ കൊണ്ടോ അല്ലെങ്കിൽ ഉമർ ഇബ്നു അൽ ഖത്താബിനെ കൊണ്ടോ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആന്റെ കാരണം കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണമായത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിനും ഒരു കാരണമുണ്ട്. ഒരു മലക്കിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പേരെയും എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി അയച്ചു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് നല്ലൊരു പ്രവർത്തനം ചെയ്യുകയായിരുന്നു. എന്നാൽ അംർ ഇബ്നു ഹിശാം ആകുന്ന അബൂജഹൽ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുകയായിരുന്നു. കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള വകുപ്പ്, അതിൻ്റെ ഒരു കാരണം ഇതായി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആളുകൾക്ക് അത് കാരണമായിട്ടുണ്ട്. അബൂജഹൽ എന്നുള്ള പേര് വരാൻ കാരണമുണ്ട്. 2 കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിലൊരു കാരണം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയെങ്കിലും ഒരു കുഴിയിൽ വീഴ്ത്തണം എന്ന് പറഞ്ഞ് ഒരു കുഴി ഉണ്ടാക്കി. ആ കുഴി ഉണ്ടാക്കി അതിന്റെ കുഴിയുടെ മുകളിൽ കുഴി കാണാത്തതുപോലെ മറ്റു പല സാധനങ്ങളൊക്കെ വെച്ചു. നബി വരുന്ന വഴിയാണ്, എങ്ങനെയെങ്കിലും ആ വഴിയിൽ വന്ന് ആ കുഴിയിൽ വീഴണം എന്നുള്ള ആ ഒരു രീതിയിൽ അബൂജഹൽ കുഴി കുഴിച്ചു. അതിന്റെ മുകളിലൊക്കെ കാണാത്തതുപോലെയുള്ള രീതിയിൽ മറ്റു പല വസ്തുക്കളൊക്കെ വെച്ചു. അങ്ങനെ നേരെ നോക്കി, മുഹമ്മദ് നബി വരുന്നില്ല. വീണ്ടും നോക്കി, മുഹമ്മദ് നബി വരുന്നില്ല. വീണ്ടും കുറച്ച് അപ്പുറം പോയിട്ട് നോക്കി. അങ്ങനെ പോകുമ്പോൾ ഓൻ കുഴിച്ച കുഴിയിൽ തന്നെ അവൻ വീണു. അതായത് അബൂജഹൽ കുഴിച്ച കുഴിയിൽ തന്നെ അബൂജഹൽ വീണു. താൻ കുഴിച്ച കുഴിയിൽ താൻ വീണു എന്ന് പറയലില്ലേ, അതുപോലെ അബൂജഹലിന് ഒരു അബദ്ധം പറ്റി. അതിനുശേഷമാണ് അബൂജഹലിന് അഥവാ അംർ ഇബ്നു ഹിശാമിന് അബുൽ ഹക്കം എന്ന് അന്നത്തെ നാട്ടുകാർ പറഞ്ഞിരുന്ന അബുൽ ഹക്കമാകുന്ന അംർ ഇബ്നു ഹിശാം ആകുന്ന അബൂജഹൽ എന്ന പേര് വന്നത് അതിന് ശേഷമാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണമായത് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ഹിദായത്തിന്റെ കവാടം തുറക്കാൻ നമുക്കൊക്കെ കാരണമായിട്ട് മാറുന്നത് പരിശുദ്ധ ഖുർആനിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യന്മാർ എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിനോട് പറയുകയാണ്, ജിന്നുകൾ പോലും ഇസ്ലാം മതം സ്വീകരിക്കാൻ പരിശുദ്ധ ഖുർആൻ കാരണമായിട്ടുണ്ട് എന്ന്. സൂറത്തുൽ ജിന്നിന്റെ ആദ്യത്തെ ഭാഗം തന്നെ ഖുർആൻ കേൾക്കാൻ വേണ്ടി ജിന്നുകൾ വരുമായിരുന്നു, അവർ ഖുർആൻ കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നു എന്ന് ചരിത്രത്തിൽ അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ ജിന്ന് എന്നുള്ള വിഭാഗം അതേപോലെ തന്നെ മനുഷ്യന് എന്നുള്ള വിഭാഗം ഇവരൊക്കെ ഒരു ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്താൻ പരിശുദ്ധ ഖുർആൻ കാരണമായിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളും ഒരുപാട് സൂറത്തുകളും നമുക്ക് കാണാൻ കഴിയും. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം, സമയം വളരെ കുറവാണ്, എന്നാലും ചുരുക്കി പറയുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സൂറത്തിനും ഓരോ ആയത്തിനും അതിൻ്റെതായ പ്രതിഫലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയാം. കാരണം സൂറത്തുൽ ഫാത്തിഹ ഇല്ലാതെ നിസ്കാരം കിട്ടൂല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹ അറിയാം. ഈ സൂറത്തുൽ ഫാത്തിഹ നമുക്കൊക്കെ മനസ്സിലാക്കേണ്ടത് എല്ലാ രോഗത്തിനും കാരണമായിട്ടാണ്, എല്ലാ ബർക്കത്തിനും കാരണമാണ്.
അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ എല്ലാ കാര്യത്തിന്റെയും തുടക്കത്തിൽ നമ്മൾ ഓതുന്നത് അതിൽ ബർക്കത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരു സംഘം പ്രബോധനത്തിന് വേണ്ടി ഒരു നാട്ടിലേക്ക് പോയി. ആ നാട്ടിലേക്ക് പോയപ്പോ 10 പേരടങ്ങുന്ന സംഘമാണ്, സഹാബികളാണ്. ആ സഹാബികൾ ഒരു നാട്ടിലേക്ക് പോയപ്പോ ആ നാട്ടിലുള്ള ഒരു പെണ്ണ് ഈ സഹാബികളുടെ ഈ സംഘത്തെ കണ്ടു. ആ സഹാബികളുടെ സംഘത്തോട് ചോദിച്ചു, നിങ്ങളൊന്ന് എൻ്റെ വീട്ടിലേക്ക് വരുമോ, എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോ ആ സഹാബികളോട് ആ പെണ്ണ് പറയുകയാണ്, എൻ്റെ ഭാര്യ രോഗത്തിലായി സുഖമില്ലാതെ കിടക്കുകയാണ്, പല മരുന്നുകളും കഴിച്ചു, പലരെയും കാണിച്ചു, ഒന്നും ആ മരുന്നൊന്നും എന്താകുന്നില്ല, ശരീരത്തിലേക്ക് കടക്കുന്നില്ല, അഥവാ രോഗത്തിന് ശമനം ലഭിക്കുന്നില്ല. വിഷം ശരീരത്തിലേക്ക് കടന്നതാണ്, അത് പുറത്തേക്ക് വരുന്നില്ല. എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വരാമെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് പറയുകയാണ്, എൻ്റെ ഭർത്താവിന്റെ രോഗം ശമനമായാൽ നിങ്ങൾ പറയുന്ന എന്ത് കാര്യം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ അവിടെ ആ 10 ആളുകൾ അടങ്ങുന്ന 10 പേരടങ്ങുന്ന സ്വഹാബികളുടെ സംഘം അവിടെ പോയി ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചു. സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. അങ്ങനെ ദിവസങ്ങൾ അവിടെ പ്രബോധനത്തിന്റെ വഴിയിലായിരിക്കെ ആ പെണ്ണ് തന്നെ വന്ന് തിരിച്ചു വന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവിന് സുഖപ്പെട്ടിരിക്കുകയാണ്, രോഗം മുഴുവനും പോയിരിക്കുകയാണ്, വല്ലാത്ത സുഖമായിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ബഹുമാനപ്പെട്ട സഹാബികൾ അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നതിന്റെ കാരണം പ്രബോധനത്തിന്റെ ഭാഗമായിട്ടാണ്, ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, പരിശുദ്ധ ഖുർആനിനെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, മുഹമ്മദ് നബിയെ അവിടെ നിന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ്, അതുകൊണ്ട് നിങ്ങൾക്കും ഞങ്ങൾ അത് പരിചയപ്പെടുത്തി തരുന്നു എന്ന് പറയുകയും അവരെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല അവർക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതിച്ച് മന്ത്രിച്ചതിന്റെ കാരണം സുഖമായതിന് വേണ്ടി അവർക്ക് 30 ഒട്ടകങ്ങൾ അവിടേക്ക് ദാനമായിട്ട് നൽകുകയും ചെയ്തു എന്ന് സഹീഹായ ഹദീസിലൂടെ വന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിലൂടെ നമുക്ക് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബിയുടെ അടുത്ത് വന്നുകൊണ്ട് ആ സഹാബികൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾ 10 പേരും ഇവിടെ നിന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതിയതിനു വേണ്ടി 30 ഒട്ടകങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് നൽകിയ ആ ഒരു പ്രതിഫലമല്ലേ ഏറ്റവും നല്ല പ്രതിഫലം, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് നൽകുന്ന പ്രതിഫലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് എല്ലാ കാര്യത്തിനും ബർക്കത്തിനും അതേപോലെ തന്നെ രോഗത്തിന്റെ ശമനത്തിനും കാരണമാണ് എന്ന് നമുക്കൊക്കെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല സൂറത്തുൽ ഫാത്തിഹയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. ചരിത്രത്തിൽ കാണാൻ കഴിയും, തൗറാത്തിലും സബൂറിലും ഇൻജീലിലും ഖുർആനിലുമുള്ള ഒരു ആയത്തായിരുന്നു ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആയത്ത് എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തായിട്ട് ആ ആയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ തന്നെ വെച്ചത് അതുകൊണ്ടാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ, അതിനുശേഷമുള്ള ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. നമുക്കൊക്കെ അറിയാവുന്ന ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്തുൽ ഇഖ്ലാസ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത്, അയാൾക്ക് സ്വർഗം നിർബന്ധമായി. സൂറത്തുൽ ഇഖ്ലാസിനെ വല്ലാതെ നമ്മൾ സ്നേഹിക്കണം, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അത് കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസിനെ നിങ്ങൾ കൂടുതലായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ അതിന്റെ കാരണമായിട്ട് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും. ഇത് കേട്ട ഒരു സഹാബി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇത് കേട്ട ആ സ്വഹാബി തന്റെ പള്ളിയിൽ ഇമാമായിരിക്കുന്ന ആ സ്വഹാബി പള്ളിയിൽ എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതും, ഒരു സൂറത്ത് ഓതും, കൂടെ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. മസ്ജിദുൽ ഖുബായിലെ ഇമാമായിരുന്നു ആ സ്വഹാബി. എല്ലാ ശനിയാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബാ പള്ളിയിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം ഖുബാ പള്ളിയിലേക്ക് പോയപ്പോ അവിടെയുള്ള ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പരാതി പറഞ്ഞു, ഞങ്ങളുടെ ഇമാമ് ഫാത്തിഹ ഓതും, സൂറത്ത് ഓതും, അതിന്റെ കൂടെ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമിനോട് ചോദിച്ചു, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അങ്ങേയല്ലേ പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ
3 തവണ ഓതിയാൽ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതിയ കൂലിയാണ്. 1 തവണ ഓതിയാൽ 10 ജുസ് ഓതിയ കൂലിയാണ്. ഖുർആനിന്റെ 1/3 തുല്യമാണ്. സുലുസുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് നന്നായി ഓതാൻ വേണ്ടി എനിക്കിഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഇമാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ ആ സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള സ്നേഹമുണ്ടല്ലോ അതിനെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് നമുക്ക് ഹദീസിലൂടെ കാണാൻ കഴിയും. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസിനെ നന്നായി നമ്മൾ സ്നേഹിക്കുക. സൂറത്തുൽ ഇഖ്ലാസിനെ കഴിയുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പാരായണം ചെയ്ത് സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ചെറിയ ചെറിയ സൂറത്തുകളാണെങ്കിലും ആ ചെറിയ ചെറിയ സൂറത്തുകൾക്ക് വലിയ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ നമുക്ക് കാണാൻ ചെറുതായിരിക്കാം, മഹത്വത്തിൽ വളരെ വലുതാണ്. നമുക്കൊക്കെ ഖുർആനിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് നമുക്ക് ഓതി തീർക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയണമെന്നില്ല. കൂടുതലായിട്ട് നേടാൻ വേണ്ടിയുള്ള ആ ഒരു സമയങ്ങളൊക്കെ നമ്മൾ ഈ സമയം നമ്മൾ കണ്ടെത്തുക എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമോ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് ഷെറായി വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കേണ്ടത്. ഒരാൾ ഡ്രൈവിംഗ് ചെയ്യുന്നു, അയാൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ അയാൾ എവിടെയെങ്കിലും അപകടത്തിൽ പെടാതെ പോകാൻ വേണ്ടി ശ്രമിക്കും. അത് അദ്ദേഹം ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. എന്നാൽ നടന്നു പോകുന്ന ഒരാളെ കാറ് കുത്തിയാൽ, നടന്നു പോകുന്ന ഒരു മനുഷ്യനാണ്, അയാൾ വന്ന് ഒരു കാറ് കുത്തി, അയാൾ ശ്രദ്ധിക്കൂല. ചിലപ്പോ അയാൾ നേരെ പോകേണ്ട വഴിയിൽ തന്നെ പോകുന്നുണ്ടാവും. ആ കാറ് അബദ്ധത്തിൽ വന്ന് എന്ത് ചെയ്യും, അയാൾ കുത്തിപ്പോകും. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റത് നമ്മളുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകും. വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധയുണ്ടാവും, നമ്മൾ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ഷെറായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അതിനുള്ള ഒരു പ്രതിരോധം നമ്മൾ തീർക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ വഴി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലെ 2 സൂറത്തുകളുണ്ട്, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. നമുക്ക് വരുന്ന എല്ലാ ഷർറിൽ നിന്നും കാവൽ നേടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 2 സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലബീദ് ഇബ്നു അയ്സം എന്ന് പറയുന്ന ഒരു യഹൂദിയായ മനുഷ്യൻ സിഹ്ർ ചെയ്തപ്പോൾ ആ സിഹ്റിന് പ്രതികാരമായിട്ട് അതിന് ശിഫയാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത 2 സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. 11 കെട്ടുകളിലായിട്ട് ചരടുകളിലായി 11 കെട്ടുകളായി അവിടെ നിന്ന് ലബീദ് ഇബ്നുൽ അയ്സം എന്ന യഹൂദിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ചെയ്തപ്പോൾ ആ 11 കെട്ടുകളെ അഴിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 11 ആയത്തുകൾ അടങ്ങിയ സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസ്. എല്ലാ ശർറിൽ നിന്നും നമുക്ക് കാവലാണ്, രോഗങ്ങൾക്ക് ശമനമാണ്. രാത്രി നിങ്ങൾ കിടക്കാൻ ഒരുങ്ങുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും നമ്മുടെ കയ്യിന്റെ പള്ളയിലേക്ക് ഓതി ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് നമ്മൾ തടവിയാൽ നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങൾക്കെല്ലാം പൂർണ്ണ ശമനമാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നബിയുടെ ജീവിതത്തിന്റെ ഒരു ദിവസം പോലും ഉറങ്ങുന്ന സമയത്ത് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതാത്ത രാത്രികളില്ല. പനിയായി പിടിച്ച് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതാൻ പറ്റാത്ത സമയത്ത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് ഓതി അവിടെ നിന്ന് മുഴുവനുമായി തടവിക്കൊടുത്തു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ ഒരു ദിവസം പോലും വിട്ടുപോകാത്ത ഒരു രീതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും രാത്രി ഉറങ്ങുന്ന സമയത്ത് പാരായണം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും നമ്മൾ എല്ലാ ദിവസവും രാത്രി നമ്മളൊക്കെ ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മൾ മനുഷ്യന്റെ ഷർറല്ല, മനുഷ്യന്റെ ഷർറ് നമ്മൾ ശ്രദ്ധിക്കണം, പിശാചിന്റെ ഷർറ് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് ജിന്നിന്റെ ഷർറ്.
ഈ ജിന്ന്, പിശാച്, മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ചോദ്യം ചെയ്യുന്ന നാല് സൃഷ്ടികളാണ്. മറ്റു സൃഷ്ടികൾക്കൊന്നും എന്തില്ല, ചോദ്യങ്ങളില്ല. അവർക്ക് ജയപരാജയങ്ങളില്ല. ജയപരാജയങ്ങളുള്ള 4 സൃഷ്ടികൾ. ഒന്ന് മലക്കുകളാണ്, മറ്റൊന്ന് മനുഷ്യനാണ്, മറ്റൊന്ന് ജിന്നാണ്, മറ്റൊന്ന് പിശാചുക്കളാണ്. മനുഷ്യനെ സൃഷ്ടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച സമയത്താണ് മലക്കുകളിൽ നിന്നുള്ള ഒരു വലിയ വിഭാഗത്തിന് അല്ലാഹു 3 വിഭാഗമാക്കി മാറ്റിയത്. ആദ്യം മലക്കുകളിൽ നിന്നുള്ള ഒരു വലിയ വിഭാഗമായിരുന്നു. ഇബ്ലീസ് ഒക്കെ ആ മലക്കുകളുടെ ഗണത്തിൽപ്പെട്ട ആളായിരുന്നു. ജിന്നുകളൊക്കെ അതിൽപ്പെട്ട ആളായിരുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച ആരാണോ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ഒരുക്കിയ ഒരു വലിയ വഴിയാണ് മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ ജിന്നുകളാക്കി മാറ്റി, ചില ആളുകളെ പിശാചുകളാക്കി മാറ്റി. പൂർണ്ണമായും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സുജൂദ് ചെയ്തവരെ പിന്നീട് മലക്കുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അവർക്ക് പിന്നീട് നന്മകൾ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ, തിന്മകൾ ഒന്നും അവരുടെ ഭാഗത്ത് നിന്ന് വരില്ല. അവരാണ് മലക്കുകൾ. സുജൂദ് ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഏതായാലും സുജൂദ് ചെയ്യാം എന്ന് പറഞ്ഞ് സുജൂദ് ചെയ്ത ഒരു വിഭാഗമാണ് ജിന്നുകൾ. അവർക്ക് നന്മയും ചെയ്യാൻ പറ്റും, തിന്മയും ചെയ്യാൻ പറ്റും. നന്മ ചെയ്താൽ പ്രതിഫലം, തിന്മ ചെയ്താൽ ശിക്ഷ. മറ്റൊരു വിഭാഗമുണ്ട്. എന്തിനാണ് മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് നമ്മൾ എന്തിനു സുജൂദ് ചെയ്യണമെന്ന് മാറി നിന്ന ഇബ്ലീസ്, പിശാച്. ആ പിശാചിന് പിന്നീട് ഒരു നന്മയും ചെയ്യാൻ കഴിയില്ല, തിന്മകൾ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ 4 സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ജയപരാജയങ്ങൾക്ക് കാരണമായി മാറുന്നത്. ചിലപ്പോൾ പിശാച് നമ്മുടെയൊക്കെ മുമ്പിലൊക്കെ ചിലപ്പോൾ നന്മകളായി ചിലത് കാണിക്കും. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സകാത്തിന്റെ മുതൽ സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തു. സൂക്ഷിക്കാനുള്ള ഒന്നും വീട്ടിലില്ല. എന്നാലും നബി സൂക്ഷിക്കാൻ വേണ്ടി തന്നതല്ലേ കയ്യിൽ, നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സൂക്ഷിക്കാനില്ലാതെ കഷ്ടപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ മെല്ലെ ഉറങ്ങാൻ തുടങ്ങി രാത്രി. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കള്ളം വന്നു. അതിനെ എടുത്തുകൊണ്ടു പോകുന്ന സമയത്ത് പിടിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് 1-ാമത്തെ ദിവസം മാപ്പ് കൊടുത്തു. 2-ാമത്തെ ദിവസം വന്നു, 3-ാമത്തെ ദിവസം വന്നു. 3-ാമത്തെ ദിവസം പറഞ്ഞു, നിന്നെ വെറുതെ വിടില്ല, നിന്നെ ഏതായാലും നബിയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകും. അങ്ങനെ നബിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് പകുതിയോളെത്തി. അപ്പൊ പറയുകയാണ്, നിനക്ക് നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിനക്ക് ഇഷ്ടപ്പെട്ട എന്നെ വിട്ടാൽ മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കും. അങ്ങനെ ആ കള്ളന് ഒരു നല്ലൊരു അറിവ് പഠിപ്പിച്ചു കൊടുത്തു. എന്താണെന്നറിയോ? രാത്രി ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിക്കിടന്നാൽ ഒരു കള്ളൻ വരില്ല, ഒരു പിശാചും വരില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു പോയി. അയാൾ നല്ലൊരു കാര്യം പറഞ്ഞുകൊണ്ട് അയാളെ വിട്ടു. നല്ല കാര്യം പറഞ്ഞാൽ തന്നെ അങ്ങനെ നബിയുടെ അടുത്തേക്ക് പോയിട്ട് നബിയോട് കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ സത്യമാണ്, എന്നാലോ അവൻ കള്ളനാണ്, മാത്രമല്ല പിശാചുമാണ്. ശൈത്താന് വീട്ടിലേക്ക് വന്ന് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്. അവൻ പറഞ്ഞ കാര്യം ആയത്തുൽ കുർസി രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് കള്ളൻ വരൂല, അതേപോലെ തന്നെ പിശാചും വരില്ല. ചില സമയത്തൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പിശാച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നുള്ളതാണ്. ഒരു ദിവസം ഒരു നല്ല ദൂരെ യാത്ര പോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ യാത്രക്കിടെ വിശ്രമിക്കാൻ വേണ്ടി ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് പോയി കിടന്നു. ആ സ്ഥലത്തേക്ക് ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, ഈ ബിൽഡിംഗ് ഇപ്പൊ വീഴാറായിട്ടുണ്ട്, നീ ഇവിടെ വീണാൽ നിന്റെ കഥ കഴിയും. അതുകൊണ്ട് ആ കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ പോയി നീ വിശ്രമിക്ക്. ഒരു മരം കാണിച്ചു കൊടുത്തു. അങ്ങനെ നേരെ ആ മനുഷ്യൻ മരത്തിന്റെ അടുത്ത് പോയിട്ട് അവിടെ വിശ്രമിക്കാൻ തുടങ്ങി. വിശ്രമിച്ചിട്ട് ഇങ്ങനെ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബിൽഡിംഗ് അവിടെ വീണു. അവൻ കിടന്ന അതേ ഭാഗത്തേക്കാണ് എന്തായത് ബിൽഡിംഗ് വീണത്. അങ്ങനെ എനിക്കൊരു ജീവൻ കിട്ടി. നമുക്കൊക്കെ അങ്ങനെ സന്തോഷം ഉണ്ടാവുമല്ലോ, ഒരു ജീവൻ കിട്ടി അല്ലെ? നമുക്ക് ഒരാള് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരാള് ചെയ്തു തന്നാൽ സഹായിച്ചെന്നാൽ നമുക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാവും. ഈ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് അതേ മനുഷ്യനല്ലോ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ സന്തോഷിപ്പിച്ചപ്പോ അയാൾ പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ
ശൈത്താനാണ്. നീ ആ ബിൽഡിംഗ് വീണ് മരിച്ചാൽ നിനക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. അതുകൊണ്ട് ഷഹീദിന്റെ കൂലിയൊന്നും നിനക്ക് കിട്ടണ്ട, നീ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ ജീവിക്കും. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ നീ സ്വർഗത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായതാണ്, രക്ഷപ്പെടുത്തിയതാണ്. അല്ലാതെ പിശാച് ഒരു മനുഷ്യന്റെ കൂല നല്ലതിന് വേണ്ടി ഒന്നും ചെയ്യുക, നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടിയും നമ്മൾ കഷ്ടപ്പെടാതെ സ്വർഗത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയും കൂടി ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് കൂടുതലൊന്നും ചെയ്യണ്ട, കുറേ കൂടുതൽ നമ്മൾ ഓതണ്ടെന്ന് വേണ്ട. ചെറിയ സമയങ്ങളിൽ നമുക്ക് കഴിയുന്ന ഭാഗങ്ങളൊക്കെ ഓതി നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം, പരിശുദ്ധ ഖുർആനിന്റെ ആ മഹത്വം നമ്മൾ മനസ്സിലാക്കി ആ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം നമ്മൾ കരഗതമാക്കാൻ നമുക്ക് കഴിയണം. നാളെ നമ്മൾ മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് കൂടി മരിക്കാൻ വേണ്ടി നമുക്കൊക്കെ അതിന് കാരണമായി മാറാൻ പരിശുദ്ധ ഖുർആൻ നമുക്ക് കഴിയും. നമ്മൾ സൗഭാഗ്യത്തോടുകൂടി വളരെ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ സൂറത്തുൽ വാഖിയ ഓതാൻ വേണ്ടി നബി പറഞ്ഞു. നല്ല രീതിയിൽ നമുക്ക് മരിക്കാൻ വേണ്ടി സൂറത്തുൽ മുൽക്ക് ഓതാൻ വേണ്ടി പറഞ്ഞു. ഖബറിൽ ശിക്ഷ ഇല്ലാതിരിക്കാൻ വേണ്ടി, ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടി, ഖബറിൽ ഒരു കൂട്ടായ ഒരാളെ കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു സൂറത്തുൽ മുൽക്ക് ഓതുക എന്നുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ പരിശുദ്ധ ഖുർആനെ നമ്മുടെ ഒരു വഴികാട്ടിയായിട്ട് നമ്മൾ പരിശുദ്ധ ഖുർആനെ നമ്മൾ കാണുക. നമ്മൾ നാളെ ഖബറിൽ പോയാൽ നമ്മളോട് 6 ചോദ്യങ്ങൾ പ്രധാനമായിട്ട് ചോദിക്കും. അതിലൊരു ചോദ്യമാണ് ഒമാ ഇമാമുക, നിന്റെ ഇമാം എന്താണ്, നിന്റെ വഴികാട്ടി എന്താണെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് അതിന് പരിശുദ്ധ ഖുർആൻ, അൽ ഖുർആൻ ഇമാമി എന്നാണ് ഉത്തരം പറയേണ്ടത്. പരിശുദ്ധ ഖുർആനാണ് എന്റെ വഴികാട്ടി എന്ന് നമുക്ക് പറയണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുക, പാരായണം ചെയ്യുക, അതിനനുസരിച്ച് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. സമയം 10:31 ആയിട്ടുണ്ട്. ഞാൻ മാതൃക കാണിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് 10ക്ക് നിർത്തുമ്പോൾ ഞാൻ നീട്ടി അങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ അതൊരു ബുദ്ധിമുട്ടാകും. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഒരു ഫുള്ളായിട്ട് കിട്ടുന്ന ഒരു ദിവസം കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് പറയാനും കേൾക്കാനും ഒക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് പറഞ്ഞതും അതേപോലെ തന്നെ കേട്ടതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന നമ്മുടെ മധ്യസ്ഥരെ ഇൻഷാ അല്ലാഹ് 5 മിനിറ്റ് പ്രാർത്ഥന നിർത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസും കൂടി അതിന്റെ ബർക്കത്തും കൂടി കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم إلى حضرة جميع من ماتوا منا الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر